സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോസി വാഗമറ്റ് എഴുതിയ നോവൽ തടങ്കൽ പാളയം തുടരുന്നു. തെളിയിക്കണം. അവനെ കൊല്ലാനാണെങ്കിൽ എനിക്കത് സാധിക്കാവുന്നതേ ഉള്ളൂ. അതുപോരാ, എനിക്ക് ജീവിക്കണം സ്റ്റെനി. നിരപരാധിയായിട്ട് ഒരു ദിവസമെങ്കിലും ഈ ലോകത്ത് എനിക്ക് ജീവിക്കണം. അതിന് പലരുടെയും സഹായം എനിക്ക് വേണം. നീ എൻ്റെ കൂട്ടുകാരനാണ്. ആപത്തിൽപ്പെട്ട കൂട്ടുകാരനെ സഹായിക്കേണ്ട കടമ നിനക്കുണ്ട്. ധൈര്യമായിട്ട് നീ അത് ചെയ്യണം. നിനക്കൊരു ദോഷവും വരില്ല. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിനക്കറിയാമോ, എനിക്ക് പകൽ സഞ്ചരിച്ചുകൂടാ. ബസ്സിലോ ഓട്ടോയിലോ ടാക്സിയിലോ യാത്ര ചെയ്യാൻ വയ്യ. എല്ലായിടത്തും പോലീസ് എന്നെ തിരയുന്നുണ്ട്. ചിങ്ങവനത്തി ഒരു വീടിൻ്റെ വരാന്തയെന്ന് അടിച്ചു മാറ്റിയ സൈക്കിളേലാണ് എൻ്റെ സഞ്ചാരം. പകൽ ഞാനത് കാഞ്ഞിരപ്പള്ളിക്കടുത്തുള്ള ഒരു റബ്ബർ തോട്ടത്തിലെ പുഴക്കരയിൽ പൊന്തക്കാട്ടിൽ ഒളിച്ചു വെക്കും. അവിടെ കിടന്നുറങ്ങും. രാത്രിയിൽ ഏതെങ്കിലും തട്ടുകടയിൽ നിന്നാണ് ഭക്ഷണം. പകലത്തേക്കുള്ളത് പൊതിഞ്ഞു വാങ്ങും. എനിക്കിനിയും കുറച്ച് സ്ഥലങ്ങളിൽ കൂടി യാത്ര ചെയ്യാനുണ്ട്. ഒരു ബൈക്ക് വേണം. ഒരു ഹെൽമെറ്റും കൂടി ഉണ്ടായാൽ മുഖം മറയ്ക്കാൻ സൗകര്യമായി. നിനക്കൊരു ബൈക്കുണ്ടല്ലോ. അത് പ്രശ്നമാകും മിന്നിച്ച. എപ്പോഴെങ്കിലും നിന്നെ ബൈക്കോടെ പോലീസ് പിടിച്ചാൽ പിന്നെ എനിക്ക് രക്ഷയില്ല. നീ എനിക്ക് ബൈക്ക് നേരിട്ട് തരണ്ട, ഞാനത് മോഷ്ടിച്ചോളാം. എന്നാലും എൻ്റെ ബൈക്കാണെന്ന് തെളിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ നിന്നെ സഹായിച്ചതാണെന്നേ പോലീസുകാർ. അതിന് വഴിയുണ്ട്. നീ ബൈക്കിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ നാളെ തന്നെ ഉണ്ടാക്കിച്ച് എനിക്ക് തരുന്നു. ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്ന ഷോപ്പ് ബേക്കർ ജംഗ്ഷനിലുണ്ട്. എന്നിട്ട് ഇന്ന് രാത്രി 7 മണിക്ക് നീ കട്ടപ്പനയ്ക്ക് നിൻ്റെ ഭാര്യ വീട്ടിലേക്ക് ബൈക്കിൽ പോകുന്നു. കാഞ്ഞിരപ്പള്ളിക്ക് അപ്പുറത്ത് 26-ലെ ആശുപത്രി ജംഗ്ഷനിൽ നീ വണ്ടി നിർത്തുന്നു. ഞാൻ നിൻ്റെ പിറകിൽ കയറുന്നു. കട്ടപ്പനയ്ക്കിപ്പുറം നരിയമ്പാറയിൽ വെച്ച് നമ്മൾ പിരിയുന്നു. നീ ബൈക്കുമായി നിൻ്റെ ഭാര്യ വീട്ടിലേക്ക് പോകുന്നു. രാവിലെ നീ ഉണർന്നു നോക്കുമ്പോൾ പോർച്ചിൽ പൂട്ടി വെച്ചിരുന്ന നിൻ്റെ ബൈക്ക് കാണാനില്ല. നീ ഉടനെ ബൈക്ക് മോഷണം പോയെന്ന് കാണിച്ച് കട്ടപ്പന പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുന്നു. അതോടെ നിൻ്റെ ഭാഗം ക്ലിയറായി. എന്നെ പോലീസ് പിടിച്ചാലും ഞാൻ മോഷ്ടിച്ചതാണെന്നേ പറയൂ. കള്ളത്താക്കോൽ എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ വിൻസെൻ്റ് അല്പം ആലോചിച്ചു. അതൊരു പ്രശ്നമാണ്. എന്നാൽ ഒരു കാര്യം ചെയ്യാം. നീ ബൈക്കിൽ നിന്ന് കീ എടുക്കാൻ മറന്നുപോയാൽ മതി. പോലീസ് പിടിച്ചാലും ഇല്ലെങ്കിലും വണ്ടി നിനക്ക് തിരിച്ചു കിട്ടും, ഉറപ്പാ. മരണശിക്ഷയേക്കാൾ കൂടുതലൊന്നും കിട്ടാനില്ലാത്തതുകൊണ്ട് ഞാൻ സത്യം പറയുമെന്ന് പേടിക്കുകയും വേണ്ട. പക്ഷേ എനിക്കിവിടെ ബൈക്കില്ലാതായാൽ പലരും ശ്രദ്ധിക്കുമല്ലോ. പോലീസുകാർ ചെക്കിങ്ങിന് വരാറുള്ളതാ. തൽക്കാലം നിൻ്റെ അളിയൻ്റെ ബൈക്ക് കട്ടപ്പനയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോരണം. അവിടെ വെച്ച് വണ്ടി മോഷണം പോയ സ്ഥിതിക്ക് ഒരു താൽക്കാലിക അഡ്ജസ്റ്റ്മെൻറ്റിന് അവർ തയ്യാറാവുകയും ചെയ്യും. സ്റ്റാൻസ്ലാവോസ് ചിന്താധീനനായിരുന്നു. എനിക്ക് വേണ്ടിയിട്ട് ഇത്രയെങ്കിലും നീ ചെയ്യണം. എൻ്റെ അവസ്ഥ നിനക്കറിയാമല്ലോ. തൂക്കുകയറും കഴുത്തിലിട്ടോണ്ടാണ് ഞാൻ നടക്കുന്നേ. ഇപ്പം നീ എന്നെ സഹായിച്ചില്ലെങ്കിൽ നീ വേളാങ്കണ്ണിയിലല്ല വത്തിക്കാനിൽ പോയി പ്രാർത്ഥിച്ചാലും നിൻ്റെ ആയുസ്സിൽ മനസാക്ഷിക്കുത്ത് തീരുകയില്ല. കുറേ സമയം നഖം കടിച്ച് ആലോചിച്ചിരുന്ന ശേഷം സ്റ്റാൻസ്ലാവോസ് പറഞ്ഞു, നീ പറഞ്ഞ പോലെ ചെയ്യാം. ശരി, എനിക്ക് പോകാൻ നേരമായി. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചേക്കണം. വരാതിരുന്നും പോലീസിൽ അറിയിച്ചും ചതിക്കരുത്. ഇല്ലടാ, പറ്റില്ലെങ്കിൽ ഞാൻ പറ്റില്ലെന്ന് തന്നെ പറയും. ഓക്കെ. വിൻസെൻ്റ് എഴുന്നേറ്റു. മെഴുകുതിരി ഊതിക്കെടുത്തി. ആശുപത്രിക്ക് മുന്നിലെ ജംഗ്ഷനിൽ വണ്ടി നിർത്തിയിട്ട് സ്റ്റാൻസ്ലാവോസ് ചുറ്റും നോക്കി. ആരെയും കാണാനില്ല. പെട്ടെന്ന് പിന്നിൽ ആരോ കയറിയതുപോലെ ബൈക്ക് ഒന്നുലഞ്ഞു. വിട്ടോടാ. സ്റ്റാൻസ്ലാവോസ് തിരിഞ്ഞു നോക്കാതെ ബൈക്ക് ഗിയറിലിട്ട് മുന്നോട്ടെടുത്തു. അയാളെ കുറേശ്ശേ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അയാൾക്ക് ബൈക്ക് വേണ്ട പോലെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെന്ന് വിൻസെൻറ്റിന് തോന്നി. ടെൻഷനാണോടാ? ആ, എന്നാൽ ആളൊഴിഞ്ഞെടുത്ത് നിർത്ത്. സ്റ്റാൻസ്ലാവോസ് വണ്ടി നിർത്തി. ഇറങ്ങ്. അയാൾ ഇറങ്ങി. വിൻസെൻ്റ് മുമ്പിൽ കയറി. സ്റ്റാൻസ്ലാവോസിൻ്റെ തലയിലിരുന്ന ഹെൽമെറ്റ് എടുത്ത് ധരിച്ചു. സ്റ്റാൻസ്ലാവോസ് പിന്നിൽ കയറി. പിന്നിലിരുന്നു സ്റ്റാൻസ്ലാവോസ് വിറച്ചുകൊണ്ടിരുന്നു. നിനക്ക് തണുക്കൊണ്ടുണ്ടോടാ സ്റ്റെനി? മഞ്ഞുണ്ടെന്ന് തോന്നുന്നു. എന്നെ കെട്ടിപ്പിടിച്ചിരുന്നോടാ, വിൻസെൻ്റ് പറഞ്ഞു. മുമ്പൊരിക്കലും നമ്മൾ കട്ടപ്പനയിൽ പോയി പെണ്ണ് കണ്ടിട്ട് രാത്രിയിൽ തിരിച്ചു വരുമ്പം തണുക്കുന്നെന്നും പറഞ്ഞ് നീ എന്നെ കെട്ടിപ്പിടിച്ചില്ലേ? അതുപോലെ. സ്റ്റാൻസ്ലാവോസിൻ്റെ കണ്ണിൽ എന്തിനെന്നറിയാതെ ഈർപ്പം കിരിഞ്ഞു. നീ പേടിക്കണ്ടടാ മോനെ, വിൻസെൻ്റ് പിന്നെയും പറഞ്ഞു. അന്നത്തെ അതേ വിന്നിച്ചൻ തന്നെയാണ് ഇത്. കയ്യിലുമില്ല ചോരക്കറ, മനസ്സിലുമില്ല. സ്റ്റാൻസ്ലാവോസിൻ്റെ കരങ്ങൾ മെല്ലെ വിൻസെൻറ്റിനെ ഉടലിനെ പൊതിഞ്ഞു. നരിയമ്പാറയിൽ എത്തിയപ്പോൾ രാത്രി 10 മണി. വിൻസെൻ്റ് അവിടെ ഇറങ്ങി. എവിടെയൊക്കെയോ പാതിരാക്കോഴി കൂവുന്ന ശബ്ദം. മലമടക്കുകളിൽ മൂടൻ മഞ്ഞ്, നേർത്ത നിലാവെട്ടം. റോഡിലും പരിസരത്തും എല്ലാം നോക്കി ആരുമില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വിൻസെൻ്റ് മുറ്റത്തേക്ക് കയറി ചെന്നു. പോർച്ചിൽ 2 ബൈക്കുകൾ ഇരിപ്പുണ്ട്. സ്റ്റാൻസ്ലാവോസിൻ്റെ ബൈക്ക് പരതി പിടിച്ചു. കീഹോളിൽ സ്വിച്ച് കീയുമുണ്ട്. റിയർവ്യൂ മിറർ മൂടി ഹെൽമെറ്റും. അയാൾ മെല്ലെ ബൈക്ക് തള്ളി റോഡിലേക്ക് കൊണ്ടുവന്നു. 20 വാരയോളം കയറ്റം തള്ളി കയറ്റണമായിരുന്നു. ടാർ റോഡിലെത്തിയപ്പോൾ ആശ്വാസമായി. ഇനി ഇറക്കമാണ്.
അവൻ ഹെൽമെറ്റ് ധരിച്ചു. സ്റ്റാർട്ട് ചെയ്യാതെ ഓടിച്ച് കുറേ ദൂരം പോന്നു. പിന്നെ ഗിയർ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്തു. വാഹനങ്ങളൊന്നുമില്ല. സുഖയാത്ര. നല്ല തണുപ്പും മഞ്ഞും. പെരുവന്താനം കഴിഞ്ഞ് വളവ് തിരിഞ്ഞപ്പോൾ റോഡിൽ ഒരു ജീപ്പ് നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടു. പോലീസ് ജീപ്പ്. ആലോചിക്കാൻ ഒട്ടും സമയം കിട്ടിയില്ല. നെഞ്ചിലെ കത്തിക്കാളൽ അടങ്ങും മുമ്പേ ഏതാനും പോലീസുകാർ റോഡിന് നടുവിലേക്ക് കയറി നിന്ന് നിർത്താൻ കൈ കാണിച്ചു. വിൻസെൻ്റ് ബൈക്ക് നിർത്തി. ഒരു കോൺസ്റ്റബിൾ മുന്നോട്ട് കയറി സ്വിച്ച് കീ ഊരിയെടുത്തു. ബൈക്ക് റോഡിൻ്റെ അരികിലേക്ക് മാറ്റി വയ്ക്കാൻ കോൺസ്റ്റബിൾ പറഞ്ഞപ്പോൾ വിൻസെൻ്റ് താഴെ ഇറങ്ങി. ബൈക്ക് ഉരുട്ടി റോഡരികിലേക്ക് മാറ്റി വെച്ചു. രക്ഷപ്പെടാനുള്ള വ്യഗ്രതയിൽ അവൻ ചുറ്റും നോക്കി. റോഡിന് താഴെയുള്ള കുന്നിൻ ചെരിവ് റബ്ബർ കാടാണ്. മുകൾ ഭാഗം കട്ടിംഗ് സൈഡും. റബ്ബർ തോട്ടത്തിലെ കൂരിരുട്ടിലേക്ക് ചാടിയാൽ രക്ഷപ്പെടാൻ കഴിഞ്ഞേക്കും. ലൈസൻസും ബുക്കും പേപ്പറും എല്ലാം എടുത്തുകൊണ്ട് SIയുടെ അടുത്തേക്ക് ചെല്ല്, കോൺസ്റ്റബിൾ ആജ്ഞാപിച്ചു. വിൻസെൻ്റ് താക്കോലിന് വേണ്ടി കോൺസ്റ്റബിളിൻ്റെ നേർക്ക് കൈ നീട്ടി. ടൂൾ ബോക്സിലെ ബുക്കും പേപ്പറും. തുറക്കണമെങ്കിൽ താക്കോല് വേണം. കോൺസ്റ്റബിൾ താക്കോല് കൊടുത്തു. വിൻസെൻ്റ് ടൂൾ ബോക്സ് തുറന്നു. ഒരു പ്ലാസ്റ്റിക് കൂടിനുള്ളിൽ പൊതിഞ്ഞ് റബ്ബർ ബാൻഡിട്ട് കെട്ടിയ പേപ്പറുകൾ വിൻസെൻ്റ് പുറത്തെടുത്തു. അതുമായി അവൻ ജീപ്പിൻ്റെ ബോണറ്റിൽ ചാരി നിൽക്കുന്ന സബ് ഇൻസ്പെക്ടറെ സമീപിച്ചു. ഇതൊക്കെ എന്തോന്ന് പന്ന കടലാസുകൾ എന്ന ഭാവത്തോടെ തനിക്ക് അറയ്ക്കുന്നുണ്ടെന്ന മട്ടിൽ ഇൻസ്പെക്ടർ ഡോക്യുമെൻസിൻ്റെ ഫോട്ടോ കോപ്പികൾ മറിച്ചു നോക്കി. ഇത് ഫോട്ടോ കോപ്പി അല്ലേ, ഒറിജിനലില്ലേ? ജീപ്പിൻ്റെ ബമ്പറിലേക്ക് ഉയർത്തിവെച്ച വലതുകാൽ വിറപ്പിച്ചുകൊണ്ട് ഇൻസ്പെക്ടർ ചോദിച്ചു. ഇതേയുള്ളൂ സാർ. ലൈസൻസ് എവിടെ? ലൈസൻസ് എടുക്കാൻ പറ്റിയില്ല സാർ. ഓഫീസിൽ നിന്ന് ഓർക്കാപ്പുറത്തൊരു ഫോൺ കോൾ വന്നിട്ട് പെട്ടെന്ന് ഇറങ്ങി തിരിച്ചതാ. ലൈസൻസ് ഒക്കെ എപ്പോഴും പോക്കറ്റിൽ കൊണ്ടു നടക്കേണ്ട സാധനമല്ലേടോ? സത്യം പറഞ്ഞാൽ എനിക്ക് ലൈസൻസ് ഇല്ല സാർ. വണ്ടി ഓടിക്കാൻ അറിയാമെന്നേ ഉള്ളൂ. പെങ്ങള് വീണ് കാലൊടിഞ്ഞു എന്ന് കേട്ടപ്പോൾ ഒരു സുഹൃത്തിൻ്റെ വണ്ടി സംഘടിപ്പിച്ചുകൊണ്ട് അപ്പോഴേ തിരിക്കുകയായിരുന്നു. എവിടെയാണോ തൻ്റെ പെങ്ങള്? കട്ടപ്പനയ്ക്കടുത്ത് കാഞ്ചിയാറ്റിൽ. താൻ ഇവിടെ ജോലി ചെയ്യുന്നേ? കോട്ടയത്ത് മലയാള മനോരമയിൽ. SI അയാളെ സൂക്ഷിച്ചു നോക്കി. എന്ത് ജോലി? സബ് എഡിറ്ററാ സാറേ. അവിടെ എഡിറ്ററായിട്ടിരിക്കുന്ന തോട്ടപ്പള്ളിയെ താൻ അറിയോ? തോട്ടപ്പള്ളി പരിചയമുണ്ടെന്ന് തോന്നുന്നു. താൻ മലയാള മനോരമയിൽ തന്നെയാണോ? തോട്ടപ്പള്ളിയെ അറിയാത്തവരാരാടോ മനോരമയിൽ? സീനിയർ എഡിറ്റർ അല്ലേ സാർ? ഞാൻ കോട്ടയത്തേക്ക് ട്രാൻസ്ഫർ ആയിട്ട് 2 ആഴ്ച കഴിഞ്ഞേ ഉള്ളൂ. അതിനു മുമ്പ് എവിടെയായിരുന്നു? തൃശ്ശൂർ യൂണിറ്റിൽ. അവിടെ എൻ്റെ ഒരു കസിനുണ്ടല്ലോ സബ് എഡിറ്റർ. വിൻസെൻ്റ് ആ തണുപ്പിലും വിയർക്കാൻ തുടങ്ങി. ഈ പാമ്പ് കാലിൽ ചുറ്റി പിടിച്ചിരിക്കുകയാണ്. അതാരാ സാറേ? പെൺകുട്ടിയാടോ, പേര് സീമ. വിൻസെൻറ്റിൻ്റെ തലയിൽ വെള്ളി വെളിച്ചം ഉദിച്ചു. സീമ ജോൺസ് അറിയും സാർ, ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്. പുള്ളിക്കാരിയുടെ ചേട്ടൻ DYSP ജോഷി ജോൺസിനെയും അറിയും. വളരെ നല്ല മനുഷ്യൻ. ഇൻസ്പെക്ടറുടെ മുഖത്തെ മുറുക്കം അയഞ്ഞു. കണ്ണുകളിലെ സംശയത്തിൻ്റെ തീനാളം അണഞ്ഞു. കൈനറ്റിക് എന്നാണ് സീമയെ ഞങ്ങൾ കളിയാക്കി വിളിക്കാറ്. എപ്പോഴും ഒരു കൈനറ്റി ഹോണ്ടയുമായിട്ടേ കാണൂ. കറക്റ്റ്. ബൈ ദ ബൈ, നിങ്ങളുടെ സിസ്റ്ററിന് എന്തു പറ്റിയെന്നാണ് പറഞ്ഞത്? വീണു കാലൊടിഞ്ഞു. ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്, പ്ലാസ്റ്റർ ഇട്ടിരിക്കുക. ഇൻസ്പെക്ടർ ബൈക്കിൻ്റെ കടലാസുകൾ തിരിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. വണ്ടിയുടെ ശരിക്കുള്ള പേപ്പേഴ്സുമില്ല, ഓടിക്കാനുള്ള ലൈസൻസുമില്ല. നിങ്ങൾ പത്രക്കാരിങ്ങനെ തുടങ്ങിയാൽ വലിയ കഷ്ടമാണ് കേട്ടോ. പൊയ്ക്കോ. താങ്ക് യു സാർ. സാറിൻ്റെ പേര്? ബെഞ്ചമിൻ. നൈസ് നെയിം. സീമയെ കാണുമ്പോൾ എനിക്ക് പറയാമല്ലോ. പൊയ്ക്കോ. ബൈക്കിനരികെ ചെന്നയുടൻ താക്കോല് തിരിച്ചു കിട്ടി. ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പതുക്കെ നീങ്ങി. ജീപ്പിനെ മറികടക്കുമ്പോൾ ഇൻസ്പെക്ടറുടെ ഉപദേശം. സൂക്ഷിച്ചു പോകണം, റോഡ് മോശമാണ്. വിൻസെൻ്റ് ലിവർ അടുത്ത ഗിയറിലേക്ക് ഇട്ടു. ജീസസ്, ഇതൊരു രക്ഷപ്പെടലാണ്. വണ്ടി മുണ്ടക്കയത്ത് എത്തിക്കഴിഞ്ഞ് വിൻസെൻറ്റിന് സമാധാനമായുള്ളൂ. SI ശശിശങ്കറും ഔസേപ്പച്ചനും രാത്രി 10 മണിക്കാണ് മുളങ്കരയിൽ നിന്ന് പുറപ്പെട്ടത്. ശശിശങ്കറും ഏതാനും പോലീസുകാരും ഔസേപ്പച്ചൻ്റെ ടാറ്റ സഫാരിയിൽ കയറി. ഔസേപ്പച്ചൻ അറിയാതെ ശശിശങ്കർ ഒരു അതിബുദ്ധി കാണിച്ചിരുന്നു. മഫ്റ്റിയിൽ ഏതാനും പോലീസുകാരെ ഈരാറ്റുപേട്ടയിൽ നിർത്തി. പുള്ളിക്കാരൻ ബസ് വരുമ്പോൾ അതിൽ കയറിക്കൊള്ളണമെന്ന് രഹസ്യ നിർദ്ദേശവും നൽകി. വാഗമണ്ണിലേക്ക് 3 പോലീസുകാരെ നിയോഗിച്ചു. വിൻസെൻ്റ് ബസ്സിൽ വന്നിറങ്ങുമ്പോൾ തന്നെ പിടികൂടാനുള്ള ഏർപ്പാടുകളും ചെയ്തു. ഇക്കാര്യമൊന്നും ഔസേപ്പച്ചനെ അറിയിച്ചതുമില്ല. ഈരാറ്റുപേട്ടയിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് വാഗമണ്ണ് വരെ യാത്ര ചെയ്ത പോലീസുകാരുടെ ഫോൺ സന്ദേശം രാത്രി 8 മണിക്ക് മുമ്പ് SI ശശിശങ്കറിന് കിട്ടി. ബസ്സിൽ വിൻസെൻ്റ് കയറിയിട്ടില്ല. അവരോട് വാഗമണ്ണിൽ നിന്നുകൊള്ളാൻ ശശിശങ്കർ നിർദ്ദേശിച്ചു. രാത്രി 11:30 മണിക്ക് ടാറ്റ സഫാരി വാഗമണ്ണിലെത്തി. മഫ്റ്റിയിൽ കാത്തുനിന്ന പോലീസുകാർ വണ്ടിക്കടുത്തേക്ക് വന്നു. ഔസേപ്പച്ചന് ഒന്നും മനസ്സിലായില്ല. പുള്ളിക്കാരൻ വണ്ടിക്ക് അവനിവിടെ വന്ന് ഇറങ്ങുന്നുണ്ടോയെന്നറിയാൻ നേരത്തെ പറഞ്ഞു വിട്ടതാ ഇവരെ. ശശിശങ്കർ പറഞ്ഞു. അത് മോശമായിപ്പോയി, എന്നോടൊന്നും സൂചിപ്പിച്ചില്ലല്ലോ. ഔസേപ്പച്ചൻ പരിഭവിച്ചു. അത് പോലീസ് ബുദ്ധിയാ. ഏതായാലും പുള്ളിക്കാരൻ ബസ്സിൽ അവനില്ലായിരുന്നു.
ഇവരിവിടെ കിടങ്ങുന്ന കറങ്ങുന്നത് കണ്ടാൽ അവന് സംശയം തോന്നുകയല്ലേ? അതിബുദ്ധിയല്ലേ അത്? മഫ്റ്റിയിലായതുകൊണ്ട് സംശയിക്കില്ലടോ. എന്നാ മഫ്റ്റിയാണേലും പോലീസുകാരെ തിരിച്ചറിയാനാണോ പാട്? ഔസേപ്പച്ചന് അതൃപ്തിയായി. പോലീസുകാരെയും വണ്ടിയിൽ കയറ്റി അവർ കൊച്ചുറാണിയുടെ വീടിരിക്കുന്നിടത്തേക്ക് തിരിച്ചു. തനിക്കറിയാവോ വീട്? ശശിശങ്കർ ചോദിച്ചു. ആ, ഞങ്ങൾ വണ്ടിയിൽ പതുങ്ങിയിരുന്നോളാം, താൻ മാത്രം ഇറങ്ങിച്ചെന്നാൽ മതി, ശശിശങ്കർ നിർദ്ദേശിച്ചു. റോഡരികിൽ വണ്ടി ഒതുക്കിയിട്ട ശേഷം ഔസേപ്പച്ചൻ ലൈറ്റ് കെടുത്തി നാലുപാടും നോക്കി. ഉള്ളിലൊരു പേടിയുണ്ട്. വിൻസെൻറ്റിന് തന്നെപ്പറ്റി വല്ല സംശയവും തോന്നിയിട്ടുണ്ടെങ്കിൽ അവൻ ചോദ്യവും പറച്ചിലും ഒന്നും കൂടാതെ തൻ്റെ കഥ കഴിച്ചു കളയും. കൊച്ചുറാണിയുടെ വീട് അടഞ്ഞു കിടന്നു. മുൻവാതിലിൻ്റെ വലതുവശത്തെ സ്വിച്ച് ബോർഡിലെ ചുവന്ന ഇൻഡിക്കേറ്റർ തെളിഞ്ഞു കിടപ്പുണ്ട്. അയാൾ ഡോർബെല്ലിൻ്റെ സ്വിച്ചിൽ വിരലമർത്തി. അല്പം കഴിഞ്ഞപ്പോൾ അകത്ത് ലൈറ്റ് തെളിഞ്ഞു. ജനാല തുറക്കപ്പെട്ടു. ഉറക്കച്ചടവോടെ ഒരു സ്ത്രീ രൂപം ജനാലയ്ക്കൽ. കൊച്ചുറാണിയല്ലേ? ഔസേപ്പച്ചൻ ചോദിച്ചു. അതെ, നിങ്ങളാരാ? ഞാൻ ഔസേപ്പച്ചൻ, വിന്നിച്ചൻ്റെ കൂട്ടുകാരനാ. ഒരിക്കലിവിടെ വന്നിട്ടുണ്ട്. വീട്ടിനുള്ളിലെ ക്ലോക്കിൽ മണി 12 എന്നറിയിച്ചു കൊണ്ടുള്ള സംഗീതം കേട്ടു. എന്താ ഈ രാത്രിയിൽ? വിന്നിച്ചൻ ഇന്നിവിടെ വന്നായിരുന്നോ? ഇല്ല. വരുമെന്ന് പറഞ്ഞിരുന്നോ? ഇല്ല. ഫോൺ വിളിക്കുകയോ മറ്റോ? ഇവിടുത്തെ ഫോൺ കേടാ. വിന്നിച്ചൻ ജയിലിൽ ചാടി നടക്കുവാണെന്ന് അറിയാമല്ലോ. ഒളിവിലാ. ഇന്നിവിടെ വരുമെന്ന് എന്നോട് ഫോൺ വിളിച്ചു പറഞ്ഞിരുന്നു. രാത്രി 12 മണിയെന്നാണ് പറഞ്ഞത്. പോലീസിനെ പേടിച്ചിട്ടാണേ. അവന് കൊടുക്കാൻ കുറച്ച് കാശും മറ്റുമായിട്ട് വന്നതാ ഞാൻ. എനിക്കൊന്നും അറിയാൻ മേല. കൊച്ചുറാണി വാതിൽ തുറക്കുമോ? ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. അവൻ വരാതിരിക്കില്ല. ഞാനും 2 പെങ്കൊച്ചുങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ. ചേട്ടൻ നൈറ്റാ ഫാക്ടറിയിൽ. ഞാനീ സിറ്റ് ഔട്ടിൽ ഇരുന്നോളാം. ആരെങ്കിലും കണ്ടാൽ മോശമല്ലേ? എന്നാൽ കൊച്ചുറാണി ഒരു കാര്യം ചെയ്യ്. വിന്നിച്ചൻ വരുമ്പോൾ ഈ സാധനങ്ങൾ അവനെ ഏൽപ്പിച്ചാൽ മതി. കുറച്ച് കാശും സെൽഫോണുമാ. അത് നിങ്ങൾ തന്നെ കൊടുത്താൽ മതി. ചേട്ടൻ ഇവിടെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവർക്ക് മുഷിഞ്ഞെന്ന് ഔസേപ്പച്ചന് മനസ്സിലായി. അയാൾ തിരികെ വണ്ടിയിൽ വന്ന് കയറി. ശശിശങ്കറോട് വിവരം പറഞ്ഞു. അവർക്ക് അവനെപ്പറ്റി ഒരറിവുമില്ല. അവൻ നമ്മളെ കളിപ്പിച്ചതാണോ ഔസേപ്പച്ച? ഔസേപ്പച്ചന് സംശയമായി. നമ്മളിപ്പോൾ എന്തു ചെയ്യും? വണ്ടിയിലിരിക്കാം. അവൻ വരുമോയെന്ന് നോക്കട്ടെ. അസഹ്യമായ തണുപ്പ്. മലഞ്ചെരിവുകളിൽ കോടമഞ്ഞ്. വെളുപ്പിന് 3 മണി വരെ തണുത്തു വിറച്ചവർ വണ്ടിക്കുള്ളിലിരുന്നു. ഇനി തിരിച്ചു പോയേക്കാം. ഔസേപ്പച്ചനും സംഘവും മടങ്ങി. അവൻ തന്നെ പറ്റിച്ചതാ, SI ശശിശങ്കർ പറഞ്ഞു. വാഗമൺ ചുരം ഇറങ്ങി വണ്ടി ഓടിച്ചു പോരുമ്പോൾ ഔസേപ്പച്ചന് ആദ്യമായി ഭയം തോന്നി. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണെന്നൊരു തോന്നൽ. നട്ടുച്ച ആനി കുഞ്ഞിന് ചോറ് കൊടുക്കുകയായിരുന്നു. ഒരു ബൈക്ക് പായിപ്പാട്ട് വീടിൻ്റെ മുറ്റത്തേക്ക് പാഞ്ഞു വന്ന ശബ്ദം അവൾ കേട്ടു. ആരെന്നറിയാനായി അവൾ ജനലിലൂടെ നോക്കി. മുറ്റത്ത് ബൈക്ക് നിർത്തിയിട്ട് അയാൾ ഇറങ്ങി സിറ്റ് ഔട്ടിന് നേർക്ക് തിടുക്കത്തിൽ വരുന്നത് കണ്ടു. പാൻസും ഷർട്ടുമാണ് വേഷം. ഹെൽമെറ്റ് വച്ചിരിക്കുന്നതിനാൽ മുഖം കാണാൻ വയ്യ. ആനി മുൻവശത്തേക്ക് ചെന്നു. അപ്പോഴേക്കും ആഗതൻ ചാരിയിട്ടിരുന്ന വാതിൽ തള്ളി തുറന്ന് അകത്ത് കയറി. അപ്പോഴും തലയിൽ നിന്നും ഹെൽമെറ്റ് അഴിച്ചിട്ടില്ല. ആനിയെ ഒന്ന് നോക്കിയിട്ട് ആഗതൻ നേരെ ഒരു മുറിയിലേക്ക് കയറിപ്പോയി. ആരാന്ന് പറഞ്ഞില്ലല്ലോ. ആനി പിറകെ ചെന്നു. ബൈക്കിൽ വന്നയാൾ ഒരു ഡ്രോ മേശ വലിച്ചു തുറന്ന് അതിലെന്തൊക്കെയോ പരതി. മേശയിൽ നിന്നും എന്തോ എടുത്ത് പോക്കറ്റിലിട്ടു. നിങ്ങൾ ആരാണെന്നാണ് ചോദിച്ചേ? ആനി വാതിലിനപ്പുറം കടക്കാതെ തെല്ല് ഭീതിയോടെ അയാളെ നോക്കി. അയാൾ ആനിയുടെ അടുത്തേക്ക് വന്നപ്പോൾ ആനി പേടിച്ച് ഒരു ചുവട് പിന്നോട്ട് മാറി. ആനി ചേച്ചി, ചിരപരിചിതമായ ആ വിളിയൊച്ച കേട്ട് അവൾ ഞെട്ടി. അയാൾ തൻ്റെ തലയിൽ നിന്ന് ഹെൽമെറ്റ് അഴിച്ചു മാറ്റി. വിന്നിച്ചൻ. ആനിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ മാതാവേ! ഒരു കരച്ചിൽ വന്ന ആനി അത് കടിച്ചടുക്കി. അവൾ തളർന്നു വീണു പോയേക്കുമെന്ന് വിൻസെൻറ്റിന് തോന്നി. ഞാൻ തന്നെയാ ചേച്ചി. അയാൾ അവരുടെ ഇരു ചുമലുകളിലും പിടിച്ച് ഒരു കരച്ചിലോടെ ആനി അവൻ്റെ നെഞ്ചിൽ തലയിട്ടു തല്ലി. സൂസമ്മ മയക്കത്തിലായിരുന്നു. അമ്മേ! ചെവിക്കരിയെ മൃദുവായ ഒരു വിളിയച്ച കേട്ട് അവരുടെ ഉറക്കം ഞെട്ടി. സൂസമ്മ പതുക്കെ കണ്ണു തുറന്നു. തൻ്റെ ശിരസിന് മീതെ ഒരു മുഖം. ആരാണിത്? സൂസമ്മ വീണ്ടും വീണ്ടും നോക്കി. വിന്നിച്ചനാണോ അതോ സ്വപ്നമോ? ദൈവമേ! അമ്മേ, ഞാനാണിത്, അമ്മയുടെ മകൻ. സൂസമ്മ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അവരുടെ കവിളും ചുണ്ടും വിറച്ചു. എന്തൊക്കെയോ പറയാൻ വന്നിട്ട് സംസാരശക്തി നഷ്ടപ്പെട്ട പോലെ വിഷമിച്ചു. കാണെ അവരുടെ കൺകുഴികളിൽ വെള്ളം നിറഞ്ഞു. ശുഷ്കിച്ച വലത് കരം ഉയർത്തി അവർ മകൻ്റെ കവിളിൽ തൊട്ടു. മോനെ എന്നൊരു ശബ്ദമില്ലാത്ത നിലവിളിയുണ്ടായി. മുഖത്ത് പരതിക്കൊണ്ടിരുന്ന അമ്മയുടെ കൈത്തലം പിടിച്ച് വിൻസെൻ്റ് ആ കൈവെള്ളയിൽ ഉമ്മ വെച്ചു. സൂസമ്മയുടെ ചെന്നികളിലൂടെ കണ്ണുനീരൊഴുകിക്കൊണ്ടിരുന്നു. അമ്മ കരയാതെ. ഞാൻ വന്നില്ലേ അമ്മയെ കാണാൻ? ഗദ്ഗതത്തോടെ അവൻ പറഞ്ഞു. അവൻ്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു. കട്ടിലിനരികെ മുട്ടുകുത്തി നിൽക്കുകയായിരുന്നു അവൻ.
സൂസമ്മയുടെ 2 കവളിലും കൈത്തലം ചേർത്ത് പിടിച്ച് അവൻ അമ്മയുടെ നെറ്റിയിൽ ചുംബിച്ചു. പിന്നെ നരച്ചു തുടങ്ങി ആ ശിരസിൽ തലോടി. വാതിലിനടുത്ത് ഇടയ്ക്കിടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് ആനി നിൽപ്പുണ്ടായിരുന്നു. കരയുകയാണോ ചിരിക്കുകയാണോ വേണ്ടതെന്ന് അവൾക്കറിയില്ലായിരുന്നു. ഒരേ സമയം അവൾ ചിരിക്കുകയും കരയുകയും ചെയ്തു. മോനെ, സൂസമ്മ വിങ്ങിപ്പൊട്ടി. നമ്മുടെ ജൂലി. എല്ലാം ഞാൻ അറിയുന്നുണ്ടായിരുന്നമ്മേ. അവനും പോയല്ലോ. വിൻസെൻ്റ് ആനിയെ നോക്കി. പിന്നെ അമ്മയുടെ തളർന്ന കൈകൾ വിടുവിച്ചെഴുന്നേറ്റു. എനിക്ക് പോകണം അമ്മേ, വിഷമിക്കേണ്ട, ഞാൻ ഇനിയും വരും. മോനെ, ഔസേപ്പച്ചൻ അവനെ വിശ്വസിച്ചേക്കരുത്. ചതിയനാ, അവനാ എല്ലാം ചെയ്തത്. ആനി അന്താളിച്ചു പോയി എന്ന് വെച്ച് അങ്ങനെ ഭാവിക്കണ്ട. തൽക്കാലം അവനെ പിണക്കണ്ട. ഇങ്ങനെ തന്നെ പോയിക്കോട്ടെ. വിൻസെൻ്റ് ഹെൽമെറ്റ് കയ്യിലെടുത്തു. വന്നത് ആരെന്ന് മനസ്സിലാകാതെ അവനെ തന്നെ പകച്ചു നോക്കി നിൽക്കുകയായിരുന്നു ഇത്രയും നേരം ആനിയുടെ മകൻ. വിൻസെൻ്റ് അവനെ അണച്ചു പിടിച്ച് അവൻ്റെ ശിരസിൽ തലോടി. മിടുക്കനായിട്ടിരിക്കണം കേട്ടോ. വിൻസെൻ്റ് ഹെൽമെറ്റ് ധരിച്ചു. ഒരുപാട് പറയാനുണ്ട്, പക്ഷെ സമയമില്ല. പോട്ടെ അമ്മേ. ചേച്ചി പോട്ടെ. അവൻ പുറത്തേക്ക് നടന്നു. സിറ്റ് ഔട്ട് വരെ ആനി പിറകെ ചെന്നു. ഞാനിങ്ങനെ പട്ടാപ്പകൽ ധൈര്യമായിട്ട് വീട്ടിൽ കയറി വരുമെന്ന് ഒരു പോലീസും വിചാരിച്ച് കാണില്ല. ഹെൽമെറ്റ് ഉള്ളതുകൊണ്ട് ആർക്കും തിരിച്ചറിയാനും പറ്റില്ല, വിൻസെൻ്റ് പറഞ്ഞു. ഞാൻ വന്നതും പോയതും ആരും അറിയണ്ട, കേട്ടല്ലോ. ആനി തലയാട്ടി. വിൻസെൻ്റ് ചെന്ന് ബൈക്കിൽ കയറി. ബൈക്ക് സ്റ്റാർട്ടാക്കി. അവൻ ഓടിച്ചു പോകുന്നത് നോക്കി ആനി സിറ്റ് ഔട്ടിൽ തന്നെ നിന്നു. കണ്ണിൽ നിന്ന് ബൈക്ക് മറിഞ്ഞു കഴിഞ്ഞിട്ടും ആനിക്കത് ശരിക്കും വിശ്വസിക്കാനായില്ല. രാത്രി 9:30 കഴിഞ്ഞിട്ടേയുള്ളൂ. ഔസേപ്പച്ചൻ ഒരു കയ്യിൽ ബ്രാൻഡി ഒഴിച്ച ഗ്ലാസും മറ്റേ കയ്യിൽ പുകയുന്ന സിഗരറ്റുമായി ഹാളിലൂടെ ചിന്താധീനനായി നടക്കുകയായിരുന്നു. ഫോൺ ബെല്ലടിച്ചപ്പോൾ അയാൾ ആഞ്ചലോസിനെ നോക്കി. ഔസേപ്പച്ചൻ്റെ വിശ്വസ്തനായ അനുചരനാണ് ആഞ്ചലോസ്, വാടക ഗുണ്ട. അയാളാണ് വീടിന് കാവലിരിക്കുന്നതും ഫോൺ അറ്റൻഡ് ചെയ്യുന്നതും. ഫോൺ എടുക്കാൻ ഔസേപ്പച്ചൻ അയാളുടെ നേർക്ക് ആംഗ്യം കാട്ടി. ആഞ്ചലോസ് റിസീവർ എടുത്തു. ഔസേപ്പച്ചൻ കയ്യിലിരുന്ന മദ്യം ഒരു ഇറുക്കു കഴിച്ചു. 2 കവിൾ സിഗരറ്റ് പുകയും എടുത്തു. വിൻസെൻ്റാ, വാ. മൗത്ത് പീസ് കൊത്തിപ്പിടിച്ചുകൊണ്ട് ആഞ്ചലോസ് പറഞ്ഞു. ഒറ്റ കുതിപ്പിന് ഔസേപ്പച്ചൻ ഫോണിനടുത്ത് ചെന്നു. ഗ്ലാസ് ടീപ്പോയ്മേൽ വെച്ചിട്ട് റിസീവർ വാങ്ങി. ഹലോ, ഔസേപ്പച്ചനാണോ? ആ അതെ. ഔസേപ്പച്ച, ഞാനാ വിന്നി. ഇന്നലെ എനിക്ക് വാഗമണ്ണിൽ വരാൻ പറ്റിയില്ല. ഒരു വല്ലാത്ത... നീ ഒരു കോപ്പും പറയണ്ടാ. നീ കേൾക്ക ഔസേപ്പച്ച. ഇന്നലെ ഒരു ഓട്ടോയിൽ ഞാൻ ഈരാറ്റുപേട്ട ബസ് സ്റ്റാൻഡിലേക്ക് പോകുമ്പോൾ ഒരു ജീപ്പുമായിട്ട് ഓട്ടോ ഇടിച്ചു. ആൾക്കാർ ഓടിക്കൂടി. തലയ്ക്ക് പരിക്ക് പറ്റിയ ഓട്ടോ ഡ്രൈവറെ നാട്ടുകാർ ആശുപത്രിയിൽ കൊണ്ടുപോയി. എനിക്ക് ഇടത് കൈക്കാ പരിക്ക്, ഒരെല്ല് പൊട്ടി. എന്നെ ആശുപത്രി കൊണ്ടുപോയതാ. പ്ലാസ്റ്റർ ഇടണമെന്ന് ഡോക്ടർ പറഞ്ഞു. ആശുപത്രിയിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് ഇൻറ്റിമേഷൻ പോയി. പക്ഷേ എനിക്ക് നിൽക്കാൻ പറ്റുമോ? പോലീസ് വരുന്നതിന് മുമ്പ് ഞാൻ ആശുപത്രിയിൽ നിന്ന് മുങ്ങി. പക്ഷേ അപ്പോഴേക്കും പുള്ളിക്കാരൻ ബസ് പോയി. നിനക്ക് വേറെ ഏതെങ്കിലും വണ്ടിയിൽ രക്ഷയില്ലായിരുന്നോ ഔസേപ്പച്ച? നീ എൻ്റെ കയ്യൊന്ന് കാണണം. അനക്കാൻ മേല. മുറിവൊക്കെ ഞാൻ ഒരുവിധം വെച്ച് കെട്ടിക്കൊണ്ട് നടക്കുക. നീ ഇപ്പോൾ എവിടുന്നാ? ചെമ്മലമറ്റത്ത് നിൻ്റെ ഒരു പേരപ്പനില്ലേ, ചാക്കോ പേരപ്പൻ, കശാപ്പുകാരൻ. പുള്ളിക്കാരൻ്റെ വീട്ടിൽ നിന്നാ. ഔസേപ്പച്ചന് ചാക്കോ പേരപ്പന് ഓർമ്മ വന്നു. ചെമ്മലമറ്റത്ത് ഇറച്ചിക്കട നടത്തിയാണ് ചാക്കോ പേരപ്പൻ. 2 പെൺമക്കൾ ഉള്ളതിനെ കെട്ടിച്ചയച്ചു. ഇപ്പോൾ പേരപ്പനും പേരമ്മയും മാത്രമേ ഉള്ളൂ വീട്ടിൽ. നീ പേരപ്പൻ്റെ കയ്യിലൊന്ന് കൊടുത്തേ. സംശയം തീരാതെ ഔസേപ്പച്ചൻ പറഞ്ഞു. ആ, കൊടുക്കാം. അടുത്ത നിമിഷം ചാക്കോ പേരപ്പൻ്റെ സ്വരം റിസീവറിൽ കേട്ടു. ഔസേപ്പച്ച, എന്നാ ഇടപാടാടാ ഇത്? നിൻ്റെ കൂട്ടുകാരൻ ഏതാണ്ട് കോടാലിയും കൊണ്ട് വന്നിരിക്കുക ഇവിടെ. ഞങ്ങൾക്ക് കിടന്നുറങ്ങണ്ടായോ? നാളെ ഇറച്ചി വെട്ടുള്ളതല്ലേ? കോയമ്പത്തൂരിൽ നിന്ന് കൊണ്ടുവന്ന കാളേനെയും പോത്തിനെയും വഴി കെട്ടിയിട്ടിരിക്കുക. അതുങ്ങളെ അഴിച്ചുകൊണ്ട് വന്ന് ലേശം കാരവെള്ളം കുടിപ്പിക്കണമല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാ എവൻ്റെ വരവ്. നീ വന്ന് ഈ കോടാലി ഒഴിവാക്കിക്കൊണ്ട് പോകുന്നുണ്ടോ ഇല്ലയോ? പേരമ്മ എന്തിയേ? അവൾ അപ്പുറത്ത് പൊറുപുറത്തോണ്ടിരിപ്പുണ്ട്. പേരമ്മയ്ക്കൊന്ന് കൊടുക്ക്. എടിയേ. അല്പം കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീയുടെ പരുഷ ശബ്ദം ഫോണിൽ കേട്ടു. ഔസേപ്പച്ചനാണോടാ? ആ, പേരമ്മയ്ക്ക് സുഖമാണോ? ദേ ചെറുക്ക, എൻ്റെ വായിൽ നിന്നും കേൾക്കല്ലേ. പാതിരായ്ക്ക് അവൻ്റെ ഒരു അന്വേഷണം. ദേണ്ടിരിയാനിവിടെ ചൂടായിട്ട് നിൽക്കുക. നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഞാൻ ഉടനെ വന്നേക്കാം പേരമ്മേ. വിന്നിച്ചിന് കൊടുത്തേ. പിന്നെ കേട്ടത് വിൻസെൻ്റ് പറഞ്ഞ ഒരു മുഴുത്ത തെറിയാണ്. തുടർന്ന് ക്ഷോഭിച്ച സംസാരവും. നിനക്ക് എന്നാടാ പന്നി? എന്നെ ഒരുമാതിരി സംശയം പോലെ. ആ കന്നാലി കച്ചവടക്കാരൻ തന്തയുടെ തനി സ്വഭാവം എൻ്റെ അടുത്ത് കാണിക്കല്ലേ. ഞാൻ പറഞ്ഞ കാശും സാധനവുമായിട്ട് നിനക്കിവിടെ വരാൻ പറ്റുമോ ഇല്ലയോ? കൂടുതൽ വിശദീകരണമൊന്നും വേണ്ട. പറ്റില്ലെങ്കിൽ പറഞ്ഞേക്ക്. എന്നെ സഹായിക്കാൻ വേറെ ആളുണ്ടോയെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഔസേപ്പച്ചൻ്റെ സകല സംശയങ്ങളും അതോടെ തീർന്നു. നീ അവിടെ പിടയ്ക്കാതെ നില്ല്. 1 മണിക്കൂറിനകം ഞാൻ അവിടെ എത്തിയേക്കാം. പോരെ? ആ മതി.
ഫോൺ ഡിസ്കണക്റ്റായി. ഔസേപ്പച്ചൻ ഉത്സാഹത്തോടെ ശശിശങ്കറിന് ഫോൺ ചെയ്തു. പിന്നെ എല്ലാം വേഗത്തിലായിരുന്നു. 1/4 മണിക്കൂറിനുള്ളിൽ മുളങ്കരയിൽ നിന്നും പോലീസ് സംഘവും ഔസേപ്പച്ചന് ചെമ്മലമറ്റത്തിന് തിരിച്ചു. ഔസേപ്പച്ചൻ്റെ വീട്ടിലെ ഹാളിൽ സ്ഥാപിച്ചിരുന്ന ക്ലോക്കിലെ കിളി 11 തവണ ശബ്ദിച്ചു. ആഞ്ചലോസ് ബീഡി വലിച്ചുകൊണ്ട് ഫോണിനരികെ സോഫയിൽ ചുരുണ്ടുകൂടി കിടന്നു. ആരോ വാതിലിൽ മുട്ടുന്നത് കേട്ട് അയാൾ എഴുന്നേറ്റു. ജനാലയിലൂടെ സിറ്റൗട്ടിലേക്ക് നോക്കി. കഴുത്തിൽ കമ്പിളി മഫ്ലർ ചുറ്റി ഒരാൾ രൂപം സിറ്റൗട്ടിൽ. ആരാ? ഔസേപ്പച്ചൻ്റെ അളിയനാ. വാതിൽ തുറക്ക്. ഔസേപ്പച്ചന് ഇതില്ലല്ലോ. ആഞ്ചലോസിൻ്റെ സ്വരം മയപ്പെട്ടു. എനിക്കെൻ്റെ പെങ്ങളെ കണ്ടാൽ മതി, വാതിൽ തുറക്കടോ. ആഞ്ചലോസിന് സംശയം തീർന്നില്ല. വിജിയുടെ ആങ്ങളമാരെ അയാൾക്ക് പരിചയമില്ല താനും. എനിക്ക് പരിചയമില്ലല്ലോ. ഇതേ ഒറ്റ വീക്ക് വെച്ച് തരും ഞാൻ. അപ്പച്ചന് സുഖമില്ലാണ്ട് ആശുപത്രി കൊണ്ടുപോയിരിക്കുക. അതൊന്ന് പറയാൻ വേണ്ടിയിട്ട് ഓടി വന്നപ്പോൾ തനിക്ക് പരിചയപ്പെട്ടേ പറ്റത്തുള്ളൂ അല്ലേ? ആ ഭീഷണിക്ക് മുന്നിൽ ആഞ്ചലോസ് പതറിപ്പോയി. അയാൾ വാതിൽ തുറന്നു. ആഗതനകത്തേക്ക് കയറി. വാതിൽ വലിച്ചടിച്ചിട്ട് ദഹിപ്പിക്കും വിധം ആഞ്ചലോസിനെ നോക്കി. എനിക്ക് ആളറിയാഞ്ഞിട്ടാ. ആഞ്ചലോസ് പരിങ്ങി. എന്നാൽ മനസ്സിലാക്കിക്കോ, ഇതാണ് ആള്. മിന്നൽ വേഗതയിൽ അയാളുടെ കൈ ചലിച്ചു. ചുരുട്ടിയെറിഞ്ഞ മുഷ്ടി കൂടം പോലെ ആഞ്ചലോസിൻ്റെ മൂക്കിനു മീതെ പതിച്ചു. മൂക്കിൻ്റെ പാലം തകരും വിധം ഒരിടി. ആഞ്ചലോസ് വെട്ടിയിട്ടതുപോലെ വീണു. വിജി ലൈറ്റണച്ച് കണ്ണടച്ച് കിടക്കുകയായിരുന്നു. ഔസേപ്പച്ചൻ എങ്ങോട്ടാണ് പോയതെന്നും എന്തിനാണ് പോയിരിക്കുന്നതെന്നും അവൾ ഊഹിച്ചു. ഓരോ ഭയാശങ്കകളിൽ മുഴുകിക്കിടക്കവേ വാതിലിൽ മുട്ടുന്ന ശബ്ദം. ഇത്ര പെട്ടെന്ന് തിരിച്ചെത്തിയോ? ആശ്ചര്യത്തോടെ അവൾ മുറിയിലെ ലൈറ്റിട്ടു. എഴുന്നേറ്റ് വാതിൽ തുറന്നു. മുമ്പിലൊരു അപരിചിതൻ. ക്ലീൻ ഷേവ് മുഖം. പെട്ടെന്നൊരു ഉൾക്കിടിലം. വിന്നിച്ചനല്ലേ ഇത്? പെരുവിരൽ തൊട്ട് നെറുക വരെ തീപ്പൊരി ചിതറിച്ചുകൊണ്ട് ഇടിമിന്നൽ പാഞ്ഞു. വിൻസെൻറ്റിനെ ഓർക്കാപ്പുറത്ത് കണ്ടതിൻ്റെ ഞെട്ടൽ അടങ്ങിയതും വിജി വേഗം വാതിൽ വലിച്ചടച്ചു. എന്നാൽ ബോൾട്ടിടാൻ അവൾക്ക് സമയം കിട്ടിയില്ല. അതിനു മുമ്പേ വിൻസെൻ്റ് വാതിൽ ആഞ്ഞു തള്ളി തുറന്നു. ആ ശക്തിയിൽ വിജി പിന്നോട്ട് വേച്ചുപോയി. വിൻസെൻ്റ് അകത്ത് കടന്നു. വാതിലടച്ചു ബോൾട്ടിട്ടു. എന്നിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. താൻ ഒരിക്കൽ സ്നേഹിച്ച പെണ്ണാണ് മുമ്പിൽ നിൽക്കുന്നതെന്ന് അവൻ ഓർത്തു. വർഷങ്ങളോളം താൻ മനസ്സിൽ കൊണ്ടു നടന്ന പെണ്ണ്, ജീവിതസഹിയാക്കാൻ ആഗ്രഹിച്ച പെണ്ണ്. വിവിധ വികാരങ്ങൾ അവൻ്റെ ഹൃദയത്തിൽ ജ്വലിച്ചണഞ്ഞു. നിനക്കെന്നെ ഭയമാണല്ലേ? എന്തിന്? ഞാനെന്തിനാ വിന്നിച്ചനെ ഭയപ്പെടുന്നേ? പേടിയൊന്നുമില്ല എനിക്ക്, പരുഷ സ്വരത്തിൽ അവൾ പറഞ്ഞു. പിന്നെ എന്തിന് നീ വാതിലടയ്ക്കാൻ ശ്രമിച്ചു? നമ്മൾ തമ്മിൽ കാണേണ്ട കാര്യമില്ലാത്തതുകൊണ്ട്. വിന്നിച്ചൻ ഇവിടെ വരരുതായിരുന്നു, പ്രത്യേകിച്ചും ഈ രാത്രി നേരത്ത്. പിന്നെ ജയിലിൽ നിന്ന് കയ്യെ പിടിച്ചെന്നെ ഇറക്കി വിട്ടിരിക്കുകയല്ലേ? നീ പോയി കാണാനുള്ളവരെയെല്ലാം സൗകര്യം പോലെ കണ്ടേച്ച് തോന്നുമ്പോൾ തിരിച്ചു വന്നാൽ മതിയെന്നും പറഞ്ഞ്. എനിക്കതൊന്നും അറിയണ്ട. ഇത് മര്യാദയല്ല. മര്യാദ കാണിക്കാനും മര്യാദയ്ക്ക് പെരുമാറാനും സമ്പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള പൗരനല്ല ഞാനിപ്പോൾ. ജയിലിൽ ചാടി വന്ന ക്രിമിനലാ. വാതിലെ മുട്ടി ലോഹ്യം പറഞ്ഞ് ചിരിച്ചു കാണിച്ചിട്ടല്ല ഞാനിങ്ങോട്ട് കയറി വന്നതും. നിങ്ങൾ തീറ്റയും കൂലിയും കൊടുത്ത് കാവലിൽ നിർത്തിയിരിക്കുന്ന പാറാവുകാരൻ്റെ മൂക്കിടിച്ച് പരത്തിയിട്ടാ. പഴയ ബന്ധങ്ങളും പരിചയങ്ങളും ഒക്കെ പുതുക്കി ഇന്നാട്ടുകാരുടെ സ്നേഹബഹുമാനങ്ങളൊക്കെ പിടിച്ചു പറ്റാൻ ഞാനിവിടുത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുമില്ല. എനിക്കൊന്നും കേൾക്കണ്ട, വിജി വീറോടെ പറഞ്ഞു. വിന്നിച്ചൻ ഈ സമയത്ത് എൻ്റെ മുറിയിൽ കയറി വന്നത് ശരിയായില്ല, അതും എൻ്റെ ഭർത്താവ് വീട്ടിലില്ലാത്ത നേരത്ത്. നിൻ്റെ ഭർത്താവ്? വിൻസെൻ്റ് കടപ്പല്ല് ഞെരിച്ചു. നീയൊരു പതിവ്രത. കോട്ടയത്തെ ഹോട്ടൽ മുറിയിൽ ഒരു രാത്രി മുഴുവൻ എൻ്റെ കൂടെ കിടന്നിട്ടുള്ളവരല്ലേടി നീ, അല്ലേ? അത് അന്ന് എനിക്ക് പറ്റിയ ദൗർബല്യം. അതിൻ്റെ ശിക്ഷയാണ് ഞാനിന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്ത് ശിക്ഷ? പറ കേൾക്കട്ടെ. എന്ത് ശിക്ഷയാണ് നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്കൊന്നും പറയാനില്ല വിന്നിച്ചനോട്. എൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകണം. ഈ വീട്ടിൽ നിന്ന് പോകണം, ഈ നിമിഷം തന്നെ. വിൻസെൻറ്റിൻ്റെ കണ്ണുകൾ എരിഞ്ഞു. എനിക്ക് പോകാൻ മനസ്സില്ല. അതിനല്ലടി ഞാൻ വന്നേ. അല്പം മുമ്പ് നീ പറഞ്ഞല്ലോ അന്ന് നിനക്ക് പറ്റിയ ദൗർബല്യമാണെന്ന്. അതിൻ്റെ ശിക്ഷയാണ് നീ അനുഭവിക്കുന്നതെന്ന്. അന്നത്തെ രാത്രിയുടെ ശിക്ഷ ഞാനും അനുഭവിച്ചുകൊണ്ടിരിക്കുക. തീർന്നിട്ടില്ല ഇതുവരെ. ഇനി കൂടുതൽ ശിക്ഷയൊന്നും കിട്ടാനില്ലാത്തത് കൊണ്ട് അന്നത്തെ തെറ്റ് എത്ര തവണ വേണമെങ്കിലും ആവർത്തിക്കാം. എനിക്കിപ്പോൾ അതിനൊന്നും യാതൊരു മടിയുമില്ല. വിൻസെൻ്റ് അവളുടെ നേർക്ക് അടുത്തു. വിജി പിന്നോക്കം നീങ്ങി. വിന്നിച്ച, ഞാനിപ്പോൾ മറ്റൊരു പുരുഷൻ്റെ ഭാര്യയാണ്. വിന്നിച്ചൻ പുറത്തു പോകണം. മറ്റൊരു പുരുഷൻ്റെ ഭാര്യ അല്ലായിരുന്നെങ്കിൽ നീ സമ്മതിച്ചേനേന്ന് അല്ലേ? എനിക്ക് നിൻ്റെ സമ്മതമൊന്നും വേണ്ടടി. വിൻസെൻ്റ് അവളുടെ ഇരു ചുമലിലും പിടിച്ചു. കഴുത്തിന് പിന്നിലെ നീണ്ട വിരലുകൾ അവളുടെ മുടിക്കെട്ടിൽ പിടിമുറുക്കി. ശിരസ് പിന്നോട്ട് മലർത്തി. എനിക്ക് നിന്നോട് ആസക്തിയൊന്നുമില്ല, കാമവുമില്ല, പ്രേമവുമില്ല. ആകെയുള്ളത് പ്രതികാരം മാത്രം. നിന്നോട് മാത്രമല്ല എനിക്ക്, നിൻ്റെ ഭർത്താവെന്ന് നീ തന്നെ വിശേഷിപ്പിച്ച ഒരു കാപാലികനുണ്ടല്ലോ, അവനോടും കൂടെ. വിൻസെൻ്റ് വിടാനാണ് പറഞ്ഞത്. വിജി കുതറി. അവളുടെ മൂക്കിന് മീതേക്ക് മുഖം അടുപ്പിച്ച് പല്ല് കടിച്ച് അവൻ മുരണ്ടു.
ഇല്ല, 8-9 കൊല്ലം നിന്നെ വിശ്വസിച്ച് മനസ്സിൽ കൊണ്ടു നടന്നവനായി ഈ വിന്നിച്ചൻ. അവനേക്കാൾ മുമ്പേ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എൻ്റെ ഭാര്യയായവളാ നീ. എന്നിട്ടിപ്പോൾ നിനക്കൊരു ഭർത്താവ്. യാതൊരു ഉളുപ്പുമില്ലാതെ എന്നെ തള്ളി പറഞ്ഞവളല്ലേടി നീ? കഴുമരത്തിലേക്ക് എന്നെ ഒറ്റിക്കൊടുത്തതിൻ്റെ പ്രതിഫലമല്ലേടി നിൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഈ സ്വർണ്ണ താലി? അല്ലേ? ഇതൊക്കെ എൻ്റെ മുഖത്ത് നോക്കി ചോദിക്കാൻ ഒരവസരം കിട്ടിയത് ഞാൻ വിൻസെൻറ്റിനെ സഹായിച്ചിട്ടാണെന്നുള്ളത് മറക്കണ്ട. ഓ, നീ ഫോൺ വിളിച്ച് മുന്നറിയിപ്പ് തന്നു എന്നായിരിക്കും. നീ അല്ലെങ്കിൽ നരകത്തിൽ നിന്ന് ചെകുത്താൻ എന്നെ വിളിച്ച് മുന്നറിയിപ്പ് തന്നേനെ. കാരണം ദൈവം ഇപ്പോൾ എൻ്റെ കൂടെയാണ്. അവളുടെ കണ്ണുകളിലേക്ക് തറച്ചു നോക്കിയിട്ട് അവൻ തുടർന്നു. 1000 തവണ എന്നെ സഹായിച്ചാൽ നീ എന്നോട് കാട്ടിയ സ്നേഹശൂന്യതയ്ക്ക് പകരമാകുമോടി? നിൻ്റെ ഒരു വാക്ക് മതിയായിരുന്നു കൊലമരത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെട്ടു പോരാൻ. എന്നെ ആ കഴുമരച്ചോട്ടിൽ ഉപേക്ഷിച്ചിട്ട് ഔസേപ്പച്ചൻ്റെ മുമ്പിൽ താലികെട്ടിന് കഴുത്ത് നീട്ടി നിൽക്കാൻ നിനക്കൊരു ഉളുപ്പും തോന്നിയില്ലല്ലോ. അവൻ്റെ പണവും പ്രതാപവും കണ്ടപ്പോൾ നിൻ്റെ കണ്ണു മഞ്ഞളിച്ചു പോയി അല്ലേടി? എന്നിട്ടിപ്പം നീ അവൻ്റെ പതിവ്രതയായ ഭാര്യ. എനിക്ക് മരണശിക്ഷ വാങ്ങി തന്നവൻ്റെ, എൻ്റെ പെങ്ങളെ ചതിച്ചു കൊന്നവൻ്റെ, എൻ്റെ കുടുംബം തകർത്തവൻ്റെ. എരിയുന്ന തീച്ചോള പോലെ അവൻ്റെ മുഖം ജ്വലിച്ചു. കാണട്ടെ നിൻ്റെ പാതിവൃത്യം. ഗൗണിൻ്റെ ഇരുതോളത്തെയും ഫ്രില്ലുകളിൽ ചുരുട്ടിപ്പിടിച്ച് 2 വശത്തേക്കും അവൻ ആഞ്ഞു വലിച്ചു. അത് പാതിയോളം നെടുക കീറിപ്പോയി. ഒരു നിമിഷം മുന്നിലെ കാഴ്ചയിൽ വിൻസെൻ്റ് ഞെട്ടിത്തരിച്ച് നിന്നുപോയി. നഗ്നമായ മാറിടങ്ങളിൽ സിഗരറ്റിൻ്റെ കനൽക്കുത്തേറ്റ് പൊള്ളിക്കരിഞ്ഞ വ്രണങ്ങൾ. നിന്ദയും വേദനയും നിറഞ്ഞ ഒരു മന്ദഹാസത്തിൽ വിജിയുടെ ചുണ്ടുകൾ ഒരു വശത്തേക്ക് കോടി. എന്താ നിർത്തിക്കളഞ്ഞത്? പൂർത്തിയാകട്ടെ വസ്ത്രാക്ഷേപം. ഇതിലും വിശേഷപ്പെട്ട കാഴ്ചകൾ ഇനിയുമുണ്ട് കാണാൻ. പരിഹാസവും ദേഷ്യവും സങ്കടവും കലർന്ന് അവളുടെ സ്വരം വിറച്ചു. വിൻസെൻറ്റിന് ഏതാനും നിമിഷത്തേക്ക് അനങ്ങാൻ കൂടി കഴിഞ്ഞില്ല. ഔസേപ്പച്ചനും പോലീസ് സംഘവും ചെമ്മലമറ്റം പള്ളിക്കടുത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്തു. പോലീസ് സംഘം വീട് വളയുന്നതാണ് നന്നെന്ന് ഔസേപ്പച്ചൻ പറഞ്ഞെങ്കിലും SI ശശിശങ്കർ സമ്മതിച്ചില്ല. ഔസേപ്പച്ചൻ ഒറ്റയ്ക്ക് ചെല്ലണം, അതാണ് ബുദ്ധി. താൻ വിൻസെൻറ്റുമായിട്ട് മുറിക്കകത്തിരുന്നേ സംസാരിക്കാവൂ. അതിനിടയ്ക്ക് ഞങ്ങൾ വീട് വളഞ്ഞോളാം. വീട് ഏതാണെന്ന് കാട്ടിത്തന്നാൽ മതി. ഔസേപ്പച്ചന് തനിയെ ചെന്ന് വിൻസെൻറ്റിനെ കാണാൻ ഭയമുണ്ടായിരുന്നു. വിൻസെൻറ്റിന് എന്തെങ്കിലും സംശയമുണ്ടായിട്ട് അത് മറച്ചു വെച്ച് സൗഹൃദം അഭിനയിച്ച് വിളിച്ചു വരുത്തിയതാണെങ്കിൽ പ്രതികാരം ചെയ്യുക എന്നതായിരിക്കും അവൻ്റെ ലക്ഷ്യമെന്ന് ഔസേപ്പച്ചൻ കണക്കുകൂട്ടി. ഒരാക്രമണം ഉണ്ടായാൽ അതിനെ നേരിടാൻ ഉറച്ചു തന്നെയാണ് ഔസേപ്പച്ചൻ നീങ്ങിയത്. റിവോൾവർ കൈവശം ഭദ്രമായി ഇരിപ്പുണ്ടെന്നുള്ളത് അയാൾക്ക് ധൈര്യം പകർന്നു. ശശിശങ്കറെ വിളിച്ച് കൂടെ കൂട്ടിക്കൊണ്ടുപോയി കുറച്ചകലെ ഇരുട്ടിൽ നിന്നുകൊണ്ട് ഔസേപ്പച്ചൻ ചാക്കോ പേരപ്പൻ്റെ വീട് കാട്ടിക്കൊടുത്തു. ഇനി സാരമില്ല, ഞങ്ങൾ വീട് വളഞ്ഞോളാം. താൻ ധൈര്യമായിട്ട് ചെല്ല്. തൻ്റെ നോട്ടത്തിലും പെരുമാറ്റത്തിലും ഒന്നും അവനൊരു സംശയവും തോന്നരുത്. ഔസേപ്പച്ചൻ സമ്മതിച്ച് തലകുലുക്കി. ചാക്കോ പേരപ്പൻ്റെ വീട്ടിലേക്ക് റോഡൊന്നുമില്ല, ഒരു നടപ്പാതയേ ഉള്ളൂ. ഔസേപ്പച്ചൻ ആശങ്കയോടെ ആ വഴിയെ നടന്നു. SI ശശിശങ്കർ റോഡിലേക്ക് തിരിച്ചു വന്ന് തൻ്റെ സഹപ്രവർത്തകർക്ക് നിർദ്ദേശം നൽകി. ഔസേപ്പച്ചൻ വീട്ടിനകത്ത് കയറി കഴിഞ്ഞാലുടൻ നമുക്ക് വീട് വളയണം. പോലീസുകാരുടെ സംഘവും ഇരുട്ടിലൂടെ സാവധാനം നീങ്ങി. ഔസേപ്പച്ചൻ വീട്ടുമുറ്റത്തെത്തി. മുറ്റത്തെ ഒരു തെങ്ങിലും കമുകിലുമായി 2 പോത്തുകളെയും ഒരു കമ്പങ്കാളയെയും കെട്ടിയിട്ടുണ്ട്. വീടിനകത്തും പുറത്തും ലൈറ്റുണ്ട്. ഔസേപ്പച്ചൻ കരുതലോടെ വരാതിയിൽ ചെന്ന് കയറി. പേരപ്പോ അയാൾ വിളിച്ചു. കശാപ്പുകാരൻ ചാക്കോ വരാന്തയിലേക്ക് ഇറങ്ങി വന്നു. നീ വന്നോ ഇത്ര പെട്ടെന്ന്? അങ്ങോട്ട് ഇരിയടാ. മറ്റേ പാർട്ടി എന്തിയേ? റോഡിലോട്ട് പോയതാ, 1/2 മണിക്കൂറായി. പിന്നെ ഇങ്ങോട്ട് കണ്ടില്ല. ഞാൻ ഓർത്തു നീ വരുന്നതും കാത്ത് വഴി നിൽപ്പുണ്ടായിരിക്കുമെന്ന്. ഔസേപ്പച്ചന് ആശങ്കയായി. വല്ലതും പറഞ്ഞിട്ടാണോ പോയത്? ബീഡി മേടിക്കാനാണെന്നും പറഞ്ഞാൽ പോയതാ. എങ്കിൽ സംഗതി മുഴുവൻ അവതാളത്തിലായെന്ന് ഔസേപ്പച്ചൻ ഊഹിച്ചു. വഴിയിലെങ്ങും കണ്ടില്ല. ഞാനൊന്ന് നോക്കിയിട്ട് വരാം. ഔസേപ്പച്ചൻ അപ്പോൾ തന്നെ ഇറങ്ങി നടന്നു. പോലീസുകാർ വീട് വളയാൻ ഭാവിക്കുകയായിരുന്നു. ഔസേപ്പച്ചൻ തിരിച്ചു വരുന്നത് കണ്ട് അവർ അനങ്ങാതെ നിന്നു. വഴിയിൽ ശശിശങ്കർ നിൽപ്പുണ്ടായിരുന്നു. താൻ എന്താ തിരിച്ചു പോന്നേ? അവൻ അവിടെ ഇല്ല, മുങ്ങി. എപ്പോൾ, എങ്ങോട്ട്? 1/2 മണിക്കൂർ മുമ്പേ ബീഡി മേടിക്കാനാണെന്നും പറഞ്ഞ് പോയെന്നാ പറയുന്നേ. കുഴപ്പമായോടോ? അവൻ കവലയിലെങ്ങും നിൽപ്പുണ്ടെങ്കിൽ നമ്മൾ വന്നിറങ്ങിയത് കണ്ടു കാണും. അങ്ങനെയാണെങ്കിൽ ഇനി അവനെ മഷിയിട്ട് നോക്കിയാൽ കാണാൻ പറ്റില്ല. നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ലല്ലോ. അവനങ്ങനെ ധൈര്യമായിട്ട് ബീഡി മേടിക്കാനും മറ്റും വെളിയിലിറങ്ങി നടക്കുമോ? അതാ എനിക്കും ഇപ്പോൾ സംശയം. ഇനി എന്തായാലും അവനെ ഇവിടെ തപ്പണ്ട. ഇനി എന്ത് ചെയ്യും? തൻ്റെ പേരപ്പനെ എനിക്കൊന്ന് കാണണം. വാ. ശശിശങ്കറും ഔസേപ്പച്ചനും കൂടി കശാപ്പുകാരൻ ചാക്കോയുടെ വീട്ടിലേക്ക് നടന്നു. ഔസേപ്പച്ചൻ്റെ കൂടെ പോലീസ് ഇൻസ്പെക്ടറെ കണ്ടപ്പോൾ ചാക്കോ അന്തം വിട്ടു. ചാക്കോയുടെ ഭാര്യ വാതിലിൽ വന്നെത്തി നോക്കി. പോലീസിനെ കണ്ട് അവരും ഭയന്നു. പേടിക്കേണ്ട പേരമ്മേ, ഇങ്ങോട്ട് ഇറങ്ങിപ്പോരെ, ഔസേപ്പച്ചൻ പറഞ്ഞു.
പക്ഷെ പേരമ്മ പുറത്തേക്ക് വന്നില്ല. അവൻ എങ്ങനെയാ വന്നതെന്നറിയോ? ഓട്ടോയിലാണോ? ഔസേപ്പച്ചൻ ചോദിച്ചു. അറിയാൻ മേല, ഇങ്ങോട്ട് നടന്നാ കയറി വന്നേ. എവിടുന്നാ വന്നതെന്ന് പറഞ്ഞോ? ഇല്ല. എങ്ങോട്ടാ പോകാൻ ഉദ്ദേശമെന്ന് അതും പറഞ്ഞില്ല. ശശിശങ്കർ വിൻസെൻറ്റിൻ്റെ വേഷത്തെക്കുറിച്ചും രൂപത്തെക്കുറിച്ചും ചാക്കോയോട് ചോദിച്ച് മനസ്സിലാക്കി. ഇനി അവൻ വന്നാൽ അപ്പോൾ തന്നെ ഔസേപ്പച്ചനെ ഫോൺ ചെയ്ത് അറിയിച്ചേക്കണം. അധികം വൈകാതെ ഔസേപ്പച്ചനും പോലീസ് സംഘവും മുളങ്കരയ്ക്ക് മടങ്ങിപ്പോയി. യാത്രക്കിടയിൽ ശശിശങ്കർ ഔസേപ്പച്ചനോട് പറഞ്ഞു, നമ്മളെ വെറും വിഡ്ഢികളാക്കുക ഔസേപ്പച്ച അവൻ ചെയ്തത്. എനിക്കും അങ്ങനെ ഒരു സംശയം തോന്നി. താൻ അവനെ പോലീസിന് ഒറ്റിക്കൊടുക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവൻ ഓരോ തവണയും ഫോണിൽ വിളിച്ചത്. എന്നിട്ട് അവൻ മാറി നിന്നുകൊണ്ട് താൻ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് നിരീക്ഷിക്കുകയായിരുന്നിരിക്കണം. ഔസേപ്പച്ചൻ്റെ മുഖം ഭയവിഹ്വലമായി. തന്നോടവൻ കൂട്ടിക്ക ചെല്ലാൻ പറഞ്ഞതും വാഗമണ്ണിൽ ചെല്ലാൻ പറഞ്ഞതും ചെമ്മലമറ്റത്തോട്ട് വിളിച്ചതും മനഃപൂർവ്വം ചെയ്തതാ. തൻ്റെ മാത്രമല്ല പോലീസിൻ്റെയും കണ്ണു വെട്ടിക്കാൻ വേണ്ടിയിട്ടാ. അതുകൊണ്ട് എന്താ അവന് നേട്ടം? തൻ്റെയും പോലീസിൻ്റെയും വഴി തെറ്റിച്ച് വിട്ടിട്ട് അവന് എന്തോ കാര്യസാധ്യമുണ്ട്. ഇതുവരെ ഉണ്ടായ സംഭവങ്ങൾ കൂട്ടി വായിച്ചപ്പോൾ അത് ശരിയാണെന്ന് ഔസേപ്പച്ചനും തോന്നി. ഇന്നവൻ ചെമ്മലമറ്റത്തോട് തന്നെ വിളിച്ചതും എന്തെങ്കിലും ഒരു ലക്ഷ്യം കാണും. നമ്മൾ അവിടെ ഇല്ലാത്ത നേരം നോക്കി അവൻ ഔസേപ്പച്ചൻ്റെ തലച്ചോറിൽ ആപത്സംഖ്യയുടെ ഒരു മിന്നൽ പ്രഭ വീണു. എൻ്റെ കണക്കുകൂട്ടൽ ശരിയാണെങ്കിൽ അവനിപ്പോൾ മുളങ്കരയിൽ എത്തിയിട്ടുണ്ട്. ഒന്നെങ്കിൽ അവൻ്റെ വീട്ടിൽ, അല്ലെങ്കിൽ ശശിശങ്കർ മുഴുമിപ്പിച്ചില്ല. എങ്കിലും അയാൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് ഔസേപ്പച്ചൻ ഊഹിച്ചു. അയാൾ വണ്ടിയുടെ വേഗത വർദ്ധിപ്പിച്ചു. ഒരാളെയുള്ളൂ തൻ്റെ വീടിന് കാവലെന്ന് ഔസേപ്പച്ചൻ ഓർത്തു. രണ്ടും കൽപ്പിച്ച് നടക്കുന്ന വിൻസെൻറ്റിന് അവനെ കീഴ്പ്പെടുത്താൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. വിൻസെൻറ്റ് വിജയും തമ്മിലുള്ള കൂടിക്കാഴ്ച ഔസേപ്പച്ചൻ്റെ മനക്കണ്ണിൽ തെളിഞ്ഞു. ആക്സിലേറ്ററിൽ അയാളുടെ കാലമർന്നു. മേശമേൽ വലത് കൈമുട്ട് ഊന്നി കൈപ്പത്തി കൊണ്ട് മുഖവും ശിരസും അമർത്തി തടവി അസ്വസ്ഥനായി ഇരിക്കുകയാണ് വിൻസെൻറ്റ്. വിജി അലമാരിയിൽ ചാരി നിൽപ്പുണ്ട്. പറഞ്ഞു നിർത്തിയതിൻ്റെ ബാക്കി എന്നോണം അവൾ തുടർന്നു. വിന്നിച്ചന് എന്നെപ്പറ്റി എന്തും കരുതാം. സ്നേഹശൂന്യെന്നോ ഹൃദയമില്ലാത്തവളെന്നോ നന്ദി കെട്ടവളെന്നോ വഞ്ചകിയെന്നോ ദുഷ്ടശ്രീയെന്നോ എന്തും എനിക്ക് പരാതിയില്ല. വിന്നിച്ചൻ്റെ മുമ്പിൽ ഞാൻ എന്നെ ന്യായീകരിച്ചിട്ട് എനിക്കൊന്നും നേടാനും ഇല്ല. വിൻസെൻ്റ് അവളുടെ മുഖത്ത് നോക്കാതെ കേട്ടുകൊണ്ടിരുന്നു. പക്ഷെ ഒരു സത്യമെങ്കിലും ഓർക്കണമായിരുന്നു വിന്നിച്ചൻ. ഇടയ്ക്കിടെ ചിലമ്പി അടഞ്ഞു പോകുന്ന ഒച്ചയിൽ അവൾ പറഞ്ഞു. അപ്പച്ചനും ആങ്ങളമാരും കൂടി ഭീഷണിപ്പെടുത്തിയും അടിച്ചും വീട്ടുതടങ്കലിലിട്ടും അമർത്തിക്കളഞ്ഞൊരു പെണ്ണിൻ്റെ നിസ്സഹായത. വിൻസെൻ്റ് മുഖമുയർത്തി. ഒരു വാക്ക്. അയാൾ ചൂണ്ടുവിരൽ നീട്ടി. നിന്റെ ഒരേ ഒരു മൊഴി മാത്രം മതിയായിരുന്നു എനിക്ക്. അത് പറയാൻ ഞാൻ ആരാണ് വിന്നിച്ച? കേസിലൊരു സാക്ഷിയാണോ? സാക്ഷിപ്പട്ടികയിൽ എൻ്റെ പേരുണ്ടോ? കേസ് അന്വേഷിച്ച പോലീസ് ഒരിടത്തും ഒരു വിദൂര സാക്ഷിയായി പോലും എന്നെ ഉൾക്കൊള്ളിച്ചില്ല. വീട്ടുകാരെല്ലാം ചേർന്ന സകലതും തേച്ചു മാച്ചു കളഞ്ഞു. പോലീസും കോട്ടയത്തെ ഹോട്ടലുടമയും ജീവനക്കാരും അക്കാര്യത്തിൽ എൻ്റെ വീട്ടുകാരോട് പൂർണ്ണമായി സഹകരിച്ചു. എല്ലാ വിലക്കുകളും തട്ടിമാറ്റി ഞാൻ കോടതി മുറിയിലേക്ക് തള്ളിക്കയറി വന്ന് പറയണമായിരുന്നോ വിന്നിച്ചൻ നിരപരാധിയാണെന്ന്? ആരത് വിശ്വസിക്കും? എന്തുണ്ട് തെളിവ്? സ്നേഹിച്ച പുരുഷനെ രക്ഷിക്കാൻ ഒരു കാമുകി നടത്തുന്ന കപടനാടകമായിട്ടല്ലേ എല്ലാവരും അത് പരിഗണിക്കൂ? ഹോട്ടൽ മുറിയിൽ അന്യപുരുഷനോടൊപ്പം താമസിച്ചു എന്ന് എല്ലാവരുടെയും മുമ്പാകെ പ്രഖ്യാപിച്ച് സ്വയം അപമാനിതയായിട്ട് ഞാൻ എവിടേക്ക് പോകണം? എൻ്റെ വീട്ടിലേക്കോ അതോ വിന്നിച്ചൻ്റെ വീട്ടിലേക്കോ അതോ തെരുവിലേക്കോ? വിജി കിതയ്ക്കുന്നുണ്ടായിരുന്നു. വിൻസെൻ്റ് ഇടയ്ക്കിടെ ജനാലക്കാറ്റൻ പകഞ്ഞു മാറ്റി ഗേറ്റിന് നേർക്ക് നോക്കുന്നുണ്ടായിരുന്നു. ഔസേപ്പച്ചൻ്റെ വണ്ടി തിരിച്ചെത്തിയാൽ അതിൻ്റെ വെളിച്ചം കണ്ണിൽ പെടാതിരിക്കരുത്. വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ഔസേപ്പച്ചൻ്റെ മുമ്പിൽ താലി കെട്ടാൻ കഴുത്ത് നീട്ടിക്കൊടുത്തു എന്നുള്ളത് ശരിയാണ്. എൻ്റെ മുമ്പിൽ 2 വഴികളെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നുകിൽ ആത്മഹത്യ, അല്ലെങ്കിൽ വിവാഹം. എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടും മരണം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത്തെ മരണം തിരഞ്ഞെടുത്തത്. ജീവച്ഛവമായിട്ടാണ് ഞാൻ ഈ വീട്ടിൽ കാലുകുത്തിയത്. വിജി തോളിൽ നിന്ന് ഊർന്നുപോയ കീറിയ ഗൗൺ നേരെ വലിച്ചിട്ടു. ഔസേപ്പച്ചൻ്റെ വർക്ക്ഷോപ്പിന് മുന്നിൽ വാഹനങ്ങൾ നിന്നു. ഔസേപ്പച്ചൻ്റെ ഗുണ്ടകളും പോലീസ് സംഘവും ഇറങ്ങി. അവർ ഔസേപ്പച്ചൻ്റെ വീട് ലക്ഷ്യമാക്കി നീങ്ങി. ഗേറ്റ് അടഞ്ഞു കിടക്കുന്നതായി കാണപ്പെട്ടു. വീടിന് ചുറ്റും പ്രകാശമുണ്ടായിരുന്നു. വീടിന് ഉള്ളിൽ ഹാളിലും ഒരു ബെഡ്റൂമിലും മാത്രം വെളിച്ചം. ഔസേപ്പച്ചൻ സിറ്റൗട്ടിൽ കയറി ജനാലയിലൂടെ അകത്തേക്ക് നോക്കി. ആഞ്ചലോസ് വെള്ള മാർബിൾ തറയിൽ കമിഴ്ന്നടിച്ച് മൂക്കിൽ നിന്ന് ചോര ഒലിപ്പിച്ച് കിടക്കുന്നത് കണ്ടു. ഔസേപ്പച്ചൻ ജാഗരൂകനായി. അയാൾ വാതിലിൽ പതുക്കെ തള്ളി നോക്കി. അതകത്തുനിന്നും ബന്ധിച്ചിരിക്കുകയാണ്. അയാൾ തിരിഞ്ഞ് ഗേറ്റിൽ നിന്ന് പോലീസിന് അടയാളം നൽകി. പോലീസും ഗുണ്ടകളും മിന്നൽ വേഗത്തിൽ വീട് വളഞ്ഞു. ഔസേപ്പച്ചൻ 2 അംഗരക്ഷകരെ കൂട്ടി വീടിൻ്റെ വടക്കുഭാഗത്തെ ബെഡ്റൂമിൻ്റെ നേർക്ക് നീങ്ങി. പോലീസുകാരും ഗുണ്ടകളും വീടിന് പുറത്തേക്കുള്ള വാതിലുകളുടെ മുമ്പിൽ ആയുധങ്ങളുമായി ജാഗ്രതയോടെ നിന്നു. മുൻഭാഗത്തെ വാതിൽ ചവിട്ടി പൊളിക്കാനായിരുന്നു ശശിശങ്കറിൻ്റെ പദ്ധതി.
വിൻസെൻറ്റിന് ആ വീട്ടിനുള്ളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളിലെല്ലാം അയാൾ സായുധ സംഘത്തെ കാവൽ നിർത്തി. ജനൽക്കട്ടനപ്പുറത്ത് നേരിയ നിഴൽ പോലെ കാണാവുന്ന ആൾരൂപങ്ങളെ നിരീക്ഷിക്കുകയായിരുന്നു ഔസേപ്പച്ചൻ. അമിതാവേശം കൊണ്ട് അയാളുടെ ശ്വാസഗതി വർദ്ധിക്കുകയും നെഞ്ചിടിപ്പ് ഉച്ചത്തിലാവുകയും ചെയ്തു. റിവോൾവർ കയ്യിലെടുത്തു. ജനാലയരികിൽ അയാൾ കാതോർത്തു നിന്നു. അകത്തെ സംഭാഷണം തീരെ അവ്യക്തമായി കേൾക്കാനുണ്ട്. ജനൽപ്പാളികൾ അടച്ചിരിക്കുകയാണ്. ജനാലവിരി ഇട്ടിരിക്കുന്നതിനാൽ മുറിക്കുള്ളിലുള്ളവർ കാണാൻ വയ്യ. വിൻസെൻ്റ് ധാർമ്മിക രോക്ഷത്തോടെ വിജിയെ നോക്കി. നീ പിന്നെ എന്തിന് ഈ പീഡനങ്ങളൊക്കെ സഹിച്ച് ആ ചെന്നായിയുടെ കൂടെ കഴിയുന്നു? അപ്പനോടും ആങ്ങളമാരോടും നിനക്ക് കാര്യങ്ങളെല്ലാം തുറന്നു പറയാം. പള്ളിയിലച്ഛനോടും പറയാം. അല്ലെങ്കിൽ വനിതാ കമ്മീഷനിൽ പോയി പരാതി കൊടുക്കാം. അതുമല്ലെങ്കിൽ വിവാഹമോചനത്തിന് കോടതിയിൽ പോകാം. വിജി സ്വയം നിന്ദിക്കുന്ന പോലെ ഒന്ന് ചിരിച്ചു. എനിക്കിനി എങ്ങോട്ടും പോകാനില്ല. മനഃപൂർവ്വമാണ് ഞാനിതെല്ലാം സഹിക്കുന്നതും ഇവിടെ കഴിയുന്നതും. ഇതിൻ്റെ പിന്നിൽ എനിക്കൊരു ലക്ഷ്യമുണ്ട്. എന്ത് ലക്ഷ്യം? വിൻസെൻ്റ് എഴുന്നേറ്റു. വിന്നിച്ചന് ഇപ്പോഴത് മനസ്സിലാവില്ല. പൊടുന്നനെ ദിക്കുകളെ നടുക്കിക്കൊണ്ട് ഒരു വെടിശബ്ദമുയർന്നു. അലമാരിയുടെ നിലക്കണ്ണാടി വെടിഞ്ഞു കീറി. വിൻസെൻറ്റും വിജിയും ഞെട്ടിത്തരിച്ചു നിന്നു. ജനാലച്ചില്ല ആരോ ഇടിച്ചു തകർക്കുന്ന ഒച്ച കേട്ടു. അപകടം മനസ്സിലായ വിൻസെൻ്റ് വേഗം വിജിയെ പിടിച്ചു വലിച്ച് അലമാരിയുടെ മറവിൽ നിർത്തി. ഔസേപ്പച്ചൻ ജനാലച്ചില്ല് തകർത്ത് കർട്ടൻ വകഞ്ഞു മാറ്റിയിട്ട് അകത്തേക്ക് തോക്ക് ചൂണ്ടി. ഒരു വെടി കൂടി പൊട്ടി. വിൻസെൻ്റ് ഞൊടിയിടയിൽ വാതിൽ തുറന്ന് ഹാളിൽ ചാടി. ഏത് വഴി രക്ഷപ്പെടണമെന്നറിയാതെ അവൻ അങ്ങിങ്ങോടി. മുൻവാതിൽ ആരൊക്കെയോ ചേർന്ന് ഇടിച്ചു തകർക്കാൻ ശ്രമിക്കുന്നത് അവൻ കണ്ടു. സിറ്റ് ഔട്ടിൽ പോലീസുകാരുടെ സംഘം. നോവൽ വീണ്ടും നാളെ തുടരും.